ഹായ് ഓൾ, വെൽക്കം ടു ട്രൂ ഈവൻ. എൻ്റെ പേര് മുഹമ്മദ് ഫാരിസ്. നമ്മുടെ PSC പരീക്ഷയുടെ ഒരു ബൈബിളാണ് SCERT പാഠപുസ്തകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ടാണ് നമ്മുടെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ മാറ്റം വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഓൾറെഡി ഉദ്യോഗാർത്ഥികൾ പഴയ SCERT പാഠപുസ്തകങ്ങൾ നന്നായി വായിച്ചു. പക്ഷെ വീണ്ടും പാഠപുസ്തകം മാറിയപ്പോൾ ഏതൊക്കെ പാഠഭാഗങ്ങളാണ് നമുക്കിനി പഠിക്കേണ്ടത്, ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് അവർക്ക് ഉണ്ടാവും. ഇപ്പോൾ ഒരു PSC പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന സമയത്ത് എല്ലാ SCERT പാഠങ്ങളും വായിക്കുന്നത് നല്ലൊരു സ്ട്രാറ്റജി അല്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള, നമുക്ക് ചോദ്യം ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് അറിഞ്ഞ് അത് നല്ല രീതിയിൽ റിവിഷൻ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു പഠനത്തിന് ഒരു അർത്ഥം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജോഗ്രഫിയാണ്. അതായത് കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി. ഈ 3 ഭാഗത്തു നിന്നും നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു സബ് ടോപ്പിക്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന SCERT പാഠപുസ്തകങ്ങൾ ഏതൊക്കെയാണ്, അത് നിങ്ങളിലേക്ക് ക്യാപ്സ്യൂൾ ആയിട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ നമ്മൾ സിലബസിന്റെ ഓർഡർ എങ്ങനെയാണ്, നമ്മൾ ജസ്റ്റ് ക്ലാസ് 5 ഏതൊക്കെ ചാപ്റ്റേഴ്സ്, ക്ലാസ് 6 ഏതൊക്കെ ചാപ്റ്റേഴ്സ്, ഇങ്ങനെയല്ല പഠിക്കുന്നത്. മറിച്ച് നമ്മുടെ സിലബസിലെ ഓർഡർ എങ്ങനെയാണോ, ആ സിലബസിലെ പാഠഭാഗങ്ങൾ ഏതൊക്കെ ക്ലാസ്സിലാണ്. ഇപ്പോൾ ഒന്നാമത്തെ വേൾഡ് ജോഗ്രഫി ആണെങ്കിൽ അവിടെ നമുക്ക് ആദ്യം ഭൂമിയുടെ ഘടനയെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭൂമിയുടെ ഘടനയുമായി ബന്ധപ്പെട്ട് പറയുന്ന ചാപ്റ്റർ ഏത് ക്ലാസ്സിലെ ഏത് ചാപ്റ്റർ ആണോ, അങ്ങനെ ആ ഓർഡറിലാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അത് നിങ്ങളുടെ ആ ഒരു സിലബസ് അനുസരിച്ചുള്ള പഠനത്തിന് വളരെ ഹെൽപ്ഫുൾ ആകും. സോ ഈ ജോഗ്രഫിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, അത് കേരള ജോഗ്രഫി ആയിക്കോട്ടെ, ഇന്ത്യൻ ജോഗ്രഫി ആയിക്കോട്ടെ, വേൾഡ് ജോഗ്രഫി ആയിക്കോട്ടെ, സോ ആ ജോഗ്രഫിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ജോഗ്രഫി എന്ന് പറയുമ്പോൾ 5 മാർക്കാണ് പൊതുവെ ജോഗ്രഫിയുടെ വെയിറ്റേജ്. അതിൽ 1 മാർക്ക് കേരള ജോഗ്രഫിക്കും, 2 മാർക്ക് ഇന്ത്യൻ ജോഗ്രഫിക്കും, 2 മാർക്ക് വേൾഡ് ജോഗ്രഫിക്കും. ഈ ഒരു ട്രെൻഡാണ് സാധാരണ കാണാറുള്ളത്. സോ കേരള ജോഗ്രഫിയിൽ നമ്മൾ വായിക്കേണ്ട ചാപ്റ്റർ ആണ് 5ാം ക്ലാസ്സിലെ 8ാമത്തെ പാഠമായിട്ടുള്ള നാടറിയാം എന്ന് പറയുന്ന ചാപ്റ്റർ. 5ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ആയുള്ള നാടറിയാം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം തന്നെ വായിക്കേണ്ടത്. മറ്റൊരു ചാപ്റ്റർ ആണ് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 7 നട്ടുനനക്കാം നന്മകൾ ചെയ്യാം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട മറ്റൊരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ കേരള ജോഗ്രഫിയുമായി അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ SCERT പാഠപുസ്തകത്തിൽ പറയുന്നില്ല. സോ അതുകൊണ്ട് ഈ 2 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പ്രധാനമായിട്ടും വായിക്കേണ്ടത്. ഇനി ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് വരുവാണെങ്കിൽ, ഇന്ത്യൻ ജോഗ്രഫി നമുക്ക് വലിയൊരു വാസ്റ്റായ സിലബസ് ഉണ്ട്. അപ്പൊ അതിൽ ആദ്യം തന്നെ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ, അതായത് ക്ലാസ് 5 ചാപ്റ്റർ 7, അതാണ് നമ്മൾ ആദ്യം വായിക്കേണ്ടത്. ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ. അതുപോലെ 7ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ആണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഇന്ത്യയിലെ കാർഷിക വിളകൾ. അപ്പൊ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ കുറിച്ചും ഇന്ത്യയിലെ കാർഷിക വിളകളെ കുറിച്ചും പറയുന്ന ഒരു ചാപ്റ്റർ ആണ് 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6 എന്ന് പറയുന്നത്. ഇനി 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഭവ വിനിയോഗവും സുസ്ഥിരതയും. അപ്പോ ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് പറയുന്ന 8ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ ആണ് വിഭവ വിനിയോഗവും സുസ്ഥിരതയും എന്ന് പറയുന്നത്. ഇനി 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5 ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ, അതായത് ഇന്ത്യയിലെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട, അതായത് ഓരോ ഭൂവിഭാഗത്തും ഈ ജനസംഖ്യയുടെ അളവുകൾ വ്യത്യസ്തമായിരിക്കും. കൂടുതൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായ സ്ഥലങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ജനവാസം കൂടുതലായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5 ആയിട്ടുള്ള ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ എന്ന് പറയുന്നത്. ഇനി ക്ലാസ് 9
ചാപ്റ്റർ 1 ലോകത്തിന്റെ നെറുകയിൽ, അതായത് ഇന്ത്യയുടെ പ്രത്യേകതകൾ പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇന്ത്യയുടെ പൊതുവായുള്ള സവിശേഷതകൾ, ഫിസിയോഗ്രഫിയെ കുറിച്ചെല്ലാം പറയുന്ന കാര്യമാണ് ഈ ലോകത്തിന്റെ നെറുകയിൽ എന്ന് പറയുന്ന ചാപ്റ്റർ 1. അതുപോലെ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 പറയുന്നത് വിശാല സമതല ഭൂവിൽ, അതായത് ഉത്തര മഹാസമതലം, അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ കാർഷിക കാലങ്ങള്, ഇതെല്ലാം പറയുന്ന ഒരു ചാപ്റ്റർ ആണ് 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 വിശാല സമതല ഭൂവിൽ എന്ന് പറയുന്ന ഉത്തര മഹാസമതലം. ഇന്ത്യയുടെ ഫിസിയോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഉത്തര മഹാസമതലം. സോ അതിന്റെ കാലാവസ്ഥ, അതിന്റെ കാർഷിക വിളകള്, അതിനെക്കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 എന്ന് പറയുന്നത്. ഇനി 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 ആണെങ്കിൽ ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ച്, ഇന്ത്യയിലെ മറ്റൊരു പ്രധാനപ്പെട്ട, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗമായിട്ടുള്ള ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ ആണ് 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3. ചാപ്റ്റർ 7 ആണെങ്കിൽ ഇന്ത്യയുടെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് മരുഭൂമികൾ എന്ന് പറയുന്നത്. സോ അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ചാപ്റ്റർ ആണ് 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 7 എന്ന് പറയുന്നത്. ഇനി 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 തീരങ്ങളിലൂടെ, അതായത് കടൽ തീരം, അതുപോലെ തന്നെ ദ്വീപുകൾ, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഇവയെ കുറിച്ചെല്ലാം, അവിടുത്തെ ജനവാസ മേഖലയെ കുറിച്ചും അവിടുത്തെ കാർഷിക രീതികളെ കുറിച്ചെല്ലാം പറയുന്ന ഒരു ചാപ്റ്റർ ആണ് 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 എന്ന് പറയുന്നത്, തീരങ്ങളിലൂടെ. അപ്പോൾ ഈ 9ാം ക്ലാസ്സിലെ ഈ 1, 2, 3, 7, 9 ചാപ്റ്റർ അത്യാവശ്യം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇന്ത്യൻ ഫിസിയോഗ്രഫിയുമായി ബന്ധപ്പെട്ട് SCERT പാഠപുസ്തകങ്ങൾ കൃത്യമായിട്ട് കവർ ചെയ്യാൻ സാധിക്കും. പല PSC പരീക്ഷകളും SCERT പാഠപുസ്തകത്തിലെ അതേ സെന്റൻസ് തന്നെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ അതൊരു MCQ ആയിട്ടോ ചോദിക്കാറുണ്ട്. സോ അതുകൊണ്ട് SCERT പാഠപുസ്തകം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് കിട്ടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഒഴിവാക്കാനാവാത്തൊരു ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത് SCERT പാഠപുസ്തകങ്ങളുടെ വായന. ഓക്കെ, അവിടെ PYQന് ഇമ്പോർട്ടൻസ് ഉണ്ട്, നല്ല റാങ്കിലേക്ക് എത്താൻ PYQന് ഇമ്പോർട്ടൻസ് ഉണ്ട്, SCERT പാഠപുസ്തകത്തിന്റെ വായന ഇമ്പോർട്ടൻസ് ഉണ്ട്. നന്നായിട്ട് വർക്കൗട്ട്, മാത്സ് ഒക്കെ ആണോ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ടൈമിംഗ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വിജയത്തിന്റെ ഒരു അടിത്തറയാണ്, അല്ലെങ്കിൽ ഒരു സീക്രട്ട് ആണ് ഈ SCERT പാഠപുസ്തകങ്ങളുടെ വായന എന്ന് പറയുന്നത്. ഇനി നമ്മൾ വേൾഡ് ജോഗ്രഫിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മുടെ ഭൂമിയെക്കുറിച്ച്, അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തെക്കുറിച്ചും ഭൂമിയുടെ ഘടനയെക്കുറിച്ചും നമുക്ക് നമ്മുടെ സിലബസിൽ തന്നെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് പറയുന്ന ചാപ്റ്റർ ആണ് 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5 ആയിട്ടുള്ള നമ്മുടെ ഭൂമി. അതാ നമ്മുടെ ഭൂമി എന്ന് പറയുന്ന ചാപ്റ്റർ, അഥവാ ഭൂമിയുടെ സ്ട്രക്ചർ, അതുപോലെ ഭൂമിയുടെ അന്തരീക്ഷം, നമ്മുടെ ഓരോ പാളികളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ചാപ്റ്റർ ആണ് 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5 എന്ന് പറയുന്നത്. ഇനി ചാപ്റ്റർ 3, 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും. നമുക്കറിയാം ഡേയ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, സീസൺസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്. സോ ഇതിനൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സൂര്യന്റെ അയനത്തെക്കുറിച്ചും സീസണുകളുടെ മാറ്റത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 നമുക്ക് നിർബന്ധമായിട്ടും വായിക്കണം. ആ ചാപ്റ്ററിന്റെ പേരാണ് ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും എന്ന് പറയുന്നത്. ഇനി 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5 ആണ് വായിക്കാം. അതായത് മാപ്പുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാപ്പുകളുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ധരാതലീയ ഭൂപടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും അറ്റ്ലസിനെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. സോ അതിനെക്കുറിച്ചൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കുന്ന ചാപ്റ്റർ ആണ് 5ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5. അതുപോലെ 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 4 ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് എന്ന് പറയുന്ന, ഇതുപോലെ മാപ്പുകളെ കുറിച്ചും ഗ്ലോബിനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിലെ രേഖകളെ കുറിച്ചോ അതിലെ രേഖകളുടെ പ്രത്യേകതകളെ കുറിച്ചെല്ലാം പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ക്ലാസ് 6ലെ 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 7 ആണെങ്കിൽ ഭൂഖണ്ഡങ്ങളിലൂടെ. നമുക്കറിയാം ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്ന ഭൂഖണ്ഡങ്ങളുടെ സവിശേഷതകളെ കുറിച്ച് പലപ്പോഴും നമ്മുടെ PSC പരീക്ഷകളിൽ ചോദ്യമായിട്ട് മാറാറുണ്ട്. സോ അതിനെക്കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 7 എന്ന് പറയുന്നത്. അതുപോലെ 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 10 ആണെങ്കിൽ സമുദ്രങ്ങളിലൂടെ, പ്രധാനപ്പെട്ട സമുദ്രങ്ങൾ, അന്റാർട്ടിക്ക, ആർട്ടിക്, ഇന്ത്യൻ മഹാസമുദ്രം, ഇങ്ങനെയുള്ള സമുദ്രങ്ങളെ കുറിച്ചും അവയുടെ പ്രത്യേകതകളെ കുറിച്ച്, അവയുടെ ആഴത്തിലുള്ള പോയിന്റ് ഏതാണ്, അവയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്താണ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചെല്ലാം പറയുന്ന ഒരു ചാപ്റ്റർ ആണ് 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ 10 എന്ന് പറയുന്ന സമുദ്രങ്ങളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, ഇനി 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 9 ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും.
അതായത് നമ്മുടെ ഭൂമിയെക്കുറിച്ച് പറയുന്ന മാപ്പുകളെ കുറിച്ച് പറയുന്ന മറ്റൊരു ചാപ്റ്ററാണ് 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 9 ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും. ഇനി 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 10 ആണ് ലോക ഭൂപടത്തിൽ, അതായത് ഭൂഖണ്ഡങ്ങളെ കുറിച്ച്, യൂറോപ്പിനെ കുറിച്ച് ഒക്കെ പറയുന്ന. യൂറോപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭൂഖണ്ഡമാണ്. സോ പ്രധാനപ്പെട്ട പല ഭൂഖണ്ഡങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 10 ആയിട്ടുള്ള ലോക ഭൂപടത്തിൽ യൂറോപ്പ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, ഇനി 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ആണ് ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും. ഓക്കെ, അതായത് നമ്മുടെ കാറ്റിനെ കുറിച്ചുള്ള പഠനം ഉണ്ടല്ലോ. 10ാം ക്ലാസ്സിലെ ആദ്യ 2 ചാപ്റ്റർ എന്ന് പറയുന്ന ഓരോ കാറ്റുകളൊക്കെ ഉണ്ടല്ലോ അല്ലെ. നമ്മള് ഓരോ സ്ഥിരവാദങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് സ്ഥിരവാദങ്ങൾ, അസ്ഥിരവാദങ്ങൾ, കാലികവാദങ്ങൾ, ഇങ്ങനെ ഓരോ കാറ്റുകളെ കുറിച്ചൊക്കെ പറയുന്ന, ദിനാന്തരീക്ഷ സ്ഥിതിയെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ചാപ്റ്ററാണ് ചാപ്റ്റർ 1ഉം 2ഉം 10ാം ക്ലാസ്സിലെ 1ാമത്തെയും 2ാമത്തെയും ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 സുസ്ഥിരതയിലേക്ക് വിവിധ തരം ഊർജ സ്രോതസ്സുകളാണ് കേട്ടോ. വിവിധതരം ഊർജ സ്രോതസ്സുകളെ കുറിച്ച്, പുനരുപയോഗിക്കാൻ പറ്റുന്ന സ്രോതസ്സുകൾ, ഉപയോഗിക്കാൻ പറ്റാത്ത സ്രോതസ്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട് PSC പരീക്ഷയിൽ. സോ അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8 എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. സോ നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ക്യാപ്സ്യൂൾ ആയിട്ട് എല്ലാ ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വലിയൊരു ലെങ്തി വീഡിയോ ആയിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങളിപ്പോൾ ജോഗ്രഫി പഠിക്കുന്ന സമയത്ത് ആ ജോഗ്രഫിയിൽ മാത്രം കാരണം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ജോഗ്രഫിയിലെ നിങ്ങളുടെ പഠനത്തോടൊപ്പം നിങ്ങൾ എങ്ങനെയാണോ പഠിക്കുന്നത് ആ പഠനത്തോടൊപ്പം നിങ്ങൾ വായിച്ചിരിക്കേണ്ട SCRT പാഠങ്ങൾ ഏതൊക്കെയാണ് അത് ക്യാപ്സ്യൂൾ ആയിട്ടാണ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അത് നമ്മുടെ സിലബസിൽ എങ്ങനെയാണോ ഓരോ ടോപ്പിക്കും പറയുന്നത് ആ ഓർഡറിൽ തന്നെയാണ് നിങ്ങൾക്ക് SCRT പാഠപുസ്തകങ്ങളുടെ വിവരങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും SCRT പാഠപുസ്തകം നമ്മുടെ PSC വിജയത്തിന്റെ ഒരു അടിത്തറ തന്നെയാണ്. അത് വായിക്കാതെ ഒരു രക്ഷയുമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇതിലെ പാഠഭാഗങ്ങൾ, നിങ്ങൾ ജോഗ്രഫി പഠിച്ച ആളുകളാണെങ്കിൽ, പഠിക്കാത്തവരാണെങ്കിലും പഠിച്ചവരാണെങ്കിലും, ഇനി പഠിക്കാൻ പോകുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പഠിച്ചവരാണെങ്കിൽ SCRT പാഠപുസ്തകങ്ങൾ ഒന്ന് വായിച്ച് നിങ്ങൾ പഠിച്ച പോയിന്റ്സ് റിവൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇനി പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ പഠനത്തോടൊപ്പം തന്നെ ഈ ഒരു SCRT പാഠപുസ്തകങ്ങൾ കവർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ജോഗ്രഫി മാത്രമാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഓരോ ടോപ്പിക്, പ്രധാനമായിട്ടും SS-ഉം അതുപോലെ സയൻസും ആണ് കൂടുതൽ SCRT ചോദ്യങ്ങൾ വരാറുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സയൻസിലെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് വായിക്കേണ്ടത്, ഇനി ഹിസ്റ്ററിയിലെ ഏതൊക്കെ ഭാഗങ്ങളാണ് വായിക്കേണ്ടത് എന്നൊക്കെ സംശയം ഉണ്ടാവും. ഒട്ടും ടെൻഷൻ വേണ്ട, ഉടൻ തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. കൃത്യമായിട്ട് നിങ്ങൾക്ക് SCRT പാഠപുസ്തകങ്ങളുടെ ആ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും എങ്ങനെയാണ് പഠിക്കേണ്ടതിനെ കുറിച്ചും ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. PSC പ്രിപ്പയർ ചെയ്യുന്ന ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.